സിംഗിൾ ക്രോഷേ ഡിക്രീസ് എന്ന് പറയുന്നതാണ് കേട്ടോ. സിംഗിൾ ക്രോഷേ ടുഗദർ എന്ന് പറയുന്നത്. പക്ഷെ ഇൻവിസിബിൾ ഡിക്രീസ് എന്ന് പറയുന്നത് വേറെയാണ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഇതിൽ രണ്ട് ലൂപ്പ് കണ്ടില്ലേ, ഒരു ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും. അതിലൂടെ യാൺ പുള്ള് ചെയ്തെടുത്തിട്ട് വീണ്ടും ചെയ്യുന്നതാണ് സിംഗിൾ ക്രോഷേ എന്ന് പറയുന്നത്. ഇനി ഇതാണ് ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയുന്നത്, അതാണ് ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത്. ഈ രണ്ട് ലൂപ്പിലൂടെയും കൂടി യാൺ ആദ്യം തന്നെ ഹുക്കിനെ ആദ്യം ഇൻസേർട്ട് ചെയ്യാം, യാണിനെ പുള്ള് ചെയ്തെടുക്കുക. അത് യാൺ അണ്ടർ മെത്തേഡിൽ നമുക്ക് പുള്ള് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു ഇത് നെക്സ്റ്റ് രണ്ട് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, വീണ്ടും യാണിനെ പുള്ള് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഹുക്കിൽ 3 ലൂപ്പായി. ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാണിനെ പാസ് ചെയ്ത് എടുക്കുന്നതാണ് സിംഗിൾ ക്രോഷേ ടുഗദർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലൂപ്പും രണ്ട് സ്റ്റിച്ചും കൂടി ഒന്നായി, അതാണ് സിംഗിൾ ക്രോഷേ ടുഗദർ എന്നും പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഇൻവിസിബിൾ ഡിക്രീസ് എന്ന് പറയുന്നത് ഫ്രണ്ട് ലൂപ്പിലൂടെ മാത്രം ചെയ്യുന്നതാണ് ഇൻവിസിബിൾ ഡിക്രീസ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഫ്രണ്ട് ലൂപ്പിലൂടെ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, വീണ്ടും നെക്സ്റ്റ് സ്റ്റിച്ചിന്റെ ഫ്രണ്ട് ലൂപ്പിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കുക. അപ്പോൾ സ്റ്റിച്ചിൽ 3 ലൂപ്പ് ഉണ്ട്. എന്നിട്ട് യാണിനെ പുള്ള് ചെയ്തെടുത്തു. ആദ്യത്തെ 2 ലൂപ്പിലൂടെ മാത്രം യാണിനെ പുള്ള് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് പുള്ള് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഹുക്കിൽ 2 എണ്ണമാണ് ഉള്ളത്, 2 ലൂപ്പ്. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഈ 2 എണ്ണത്തിലൂടെ പുള്ള് ചെയ്തെടുക്കുക. ഇതാണ് ഇൻവിസിബിൾ ഡിക്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ചെയ്യുന്നതാണ് ഇൻവിസിബിൾ ഡിക്രീസ്. വീണ്ടും നമ്മളൊരു ഇൻവിസിബിൾ ഡിക്രീസും കൂടി കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ ഫ്രണ്ട് ലൂപ്പ് മാത്രം എടുക്കുക, വീണ്ടും നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് എടുക്കുക. എന്നിട്ട് യാൺ അണ്ടർ മെത്തേഡിലൂടെ യാണിനെ പുള്ള് ചെയ്തെടുക്കുക. ആദ്യത്തെ 2 ലൂപ്പിലൂടെ മാത്രം യാണിനെ പുള്ള് ചെയ്തെടുക്കുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക, വീണ്ടും 2 ലൂപ്പിലൂടെ പുള്ള് ചെയ്തെടുക്കുക. ഇതാണ് സിംഗിൾ ക്രോഷേ ഡിക്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 സ്റ്റിച്ചും കൂടി ജോയിൻ ചെയ്തു. വീണ്ടും ഇതാണ് നമ്മൾ ആമിഗുറുമിയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്. വീണ്ടും നിങ്ങൾ നോക്കുക, ഹുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഹുക്ക് 2ൻ്റെ ഉള്ളിൽ കൂടെ യാണിനെ പുള്ള് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പുള്ള് ചെയ്തെടുത്തു, 2 എണ്ണത്തിലൂടെ മാത്രം പുള്ള് ചെയ്യുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുള്ള് ചെയ്തെടുക്കുക. ഇതാണ് ഇൻവിസിബിൾ ഡിക്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇനി സിംഗിൾ ക്രോഷേ ഡിക്രീസ്. 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, വീണ്ടും നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 എണ്ണത്തിൻ്റെയും കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുള്ള് ചെയ്തെടുക്കുക. ഇതാണ് സിംഗിൾ ക്രോഷേ ഡിക്രീസ് അഥവാ സിംഗിൾ ക്രോഷേ ടുഗദർ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൺഫ്യൂഷൻ ആവരുത്, നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യുക. ഇതാണ് സിംഗിൾ ക്രോഷേ ഡിക്രീസ് എന്ന് പറയുന്നത്. 2 ലൂപ്പിനുള്ളിൽ കൂടെ യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്തെടുക്കുക, വീണ്ടും നെക്സ്റ്റിൻ്റെ കൂടെ തന്നെ യാൺ പുള്ള് ചെയ്തെടുക്കുക, എന്നിട്ട് ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി യാൺ പുള്ള് ചെയ്തെടുക്കുന്നതാണ് സിംഗിൾ ക്രോഷേ ഡിക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ ക്രോഷേ ടുഗദർ എന്നാണ് സിംഗിൾ ക്രോഷേ ഡിക്രീസ്, പക്ഷേ ഇൻവിസിബിൾ ഡിക്രീസ് വേറെയാണ്.